വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ H&Mന്ന് പർച്ചേസ് ചെയ്ത ഒരു ജീൻസാണ്. അപ്പം ബ്ലാക്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ കുറേ ആയിട്ട് കുറച്ചൊരു ഡാർക്കായിട്ട് കിടക്കുന്നൊരു ബ്ലാക്ക് കളർ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഷോപ്സിൽ പോയാലൊക്കെ ബ്ലാക്ക് എന്ന് പറഞ്ഞാലും കുറച്ചൊരു നരച്ച പോലെ ഇരിക്കുന്ന ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് കളറായിട്ട് സൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു ജീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20% റീസൈക്കിൾഡ് കോട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് ഓഫ് റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈസൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ ഇത് കുറച്ചൊരു സ്കിൻ ഫിറ്റ് ടൈപ്പ് ഒരു ജീൻസാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെയും ബ്ലാക്ക് കളർ ഞാൻ നോക്കിയ സമയത്ത് സാധാരണ എല്ലാ ജീൻസിനും കാണുന്ന പോലെ അങ്ങനെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊരു നിരാശ തന്നെയായിരുന്നു. കാരണം ഞാൻ കുറച്ച് സൈറ്റിൽ നോക്കിയ സമയത്ത് കുറച്ചും കൂടി നല്ല ബ്ലാക്ക് ആയിട്ടായിരുന്നു വരുന്നത്. പക്ഷെ ഇത് സാധാ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ഈ ഒരു ജീൻസിനും വരുന്നത്. ഫ്രം കളർ എനിക്ക് ഈ ഒരു ജീൻസ് നല്ലതായിട്ട് തന്നെയാണ് ക്വാളിറ്റി വൈസൊക്കെ തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. രണ്ട് സൈഡും പോക്കറ്റ്സ് ഉണ്ട്. അതുപോലെ ബാക്ക് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ബട്ടൺ ക്ലോഷറും ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവരോട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സ്ക്രീനിലെ വീഡിയോസും ഐ ബട്ടണിലെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. താങ്ക് യു.